ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ദിവസം തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, പതിപോലെ ചായക്ക് വെച്ചു. അതിനുശേഷം വർക്ക് ഏരിയയിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ആഹിലിന് കൊണ്ടുപോകാനുള്ള അരിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ചായക്ക് വെച്ചതിന് ശേഷം നേരെ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ട് അരിക്കിടും കേട്ടോ. കാരണം ഒരു 5:15 ആകുമ്പോഴത്തേനും ഇട്ട് കഴിഞ്ഞാൽ ഒരു 7 മണി ആകുമ്പോഴത്തേനും ചോറ് റെഡി ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ തിളച്ചതിന് ശേഷം തെർമൽ കുക്കറിലേക്കാണ് ഇറക്കി വെക്കുന്നത്. ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഇഡ്ഡലിയും ചട്നിയായിരുന്നു. അപ്പോൾ ഇന്ന് ദോശയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടി ആയല്ലോ. അപ്പോൾ പരിപ്പാണ് ആദ്യം കഴുകിയെടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ, ഇടയ്ക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഒന്നാമത്തെ കാര്യം, സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരില്ല, ആരും അങ്ങനെ കഴിക്കാറില്ല സാമ്പാർ. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്താലും എങ്ങനെ ആയാലും അത് കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് കറി കൂടുതലായിരിക്കും. അപ്പോൾ സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല, ഉള്ളത് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കിയാണ് ചെയ്യാറ്. പിന്നെ അങ്ങനെ സാമ്പാർ ഇടയ്ക്കൊക്കെ ഇതേപോലെ സാമ്പാർ കഷ്ണങ്ങൾ വാങ്ങിച്ച് തന്നെ ഉണ്ടാക്കാറുണ്ട്. എന്നാലും മിക്കപ്പോഴും ഇതേപോലെ ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് കഴുകിയതിന് ശേഷം അതിലേക്ക് സവാളയും തക്കാളിയും 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ആദ്യം വേവിക്കുന്നത്. വെജിറ്റബിൾസ് ആണ് ഇനി കട്ട് ചെയ്യുന്നത്. വെജിറ്റബിൾസായിട്ട് എൻ്റെ അടുത്ത് ആകെ 3 ഐറ്റംസ് ഉള്ളൂ: ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെണ്ടയ്ക്ക. അപ്പോൾ ഇത് 3 കൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി തക്കാളിയും സവാളയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പീൽ ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഫസ്റ്റത്തെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ പൊടികളും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി കുറച്ചും കൂടി കൂടുതൽ ചേർക്കും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഒരു വിസിലും കൂടി വന്നവരെ അടുപ്പിക്കും കേട്ടോ. ഇനി ഇപ്പുറത്ത് ക്യാബേജ് തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാബേജ് ഞാൻ 2 വിധത്തിൽ വെക്കാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ ശേഷം കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും. പിന്നെ അതല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത് ക്യാബേജ് ആദ്യമേ തന്നെ വേവിക്കാൻ വെക്കും. നമ്മളുടെ സ്റ്റീമറിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം അത്യാവശ്യം ഒന്ന് ആവി വരണം. അതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ കടുകിട്ട് പൊട്ടിച്ച് ഈ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ആദ്യമേ ചേർത്ത് കൊടുക്കും. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാബേജും കൂടി ചേർത്ത് ഇളക്കും. അപ്പോൾ 2 രീതിയിൽ ചെയ്താലും ടേസ്റ്റാണ്. തേങ്ങ വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അപ്പുറത്ത് സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ക്യാബേജിൽ ലാസ്റ്റാണ് കേട്ടോ ഞാൻ വേപ്പിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കുകയാണ്. ക്യാബേജും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ കുട്ടി ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ സവാള കുഞ്ഞതാക്കി മുറിച്ചിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ സവാളയൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഉണ്ട് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ സവാള മേളിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഒരു ദിവസം ദോശ കഴിക്കാനായിട്ട് ഞങ്ങൾ പുറത്ത് പോയപ്പോഴേ അണിയൻ ദോശയാണ് കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഏത് രീതിയിലാണ് അണിയൻ ദോശ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇവിടെ ഉണ്ടാക്കുമ്പോൾ സവാള ഇതേപോലെ കുഞ്ഞ് പീസാക്കി കട്ടാക്കി അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. കൂടെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇങ്ങനെയല്ല വേറെ ഏതെങ്കിലും മെത്തേഡിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നോട്ട് അറിയുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പുറത്ത് പാനിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്ത് വേറൊരു പാത്രത്തിലേക്ക് സാമ്പാറും മാറ്റിയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ ചെറുതായിട്ട് എനിക്കൊരു പണി കിട്ടിയായിരുന്നു. കാരണം 1.5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ വെച്ചത്. സാധാരണ 1.5 ലിറ്ററിൻ്റെ കുക്കറിൽ തന്നെയാണ് വെക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഇത്തിരി കൂടിപ്പോയിട്ടോ. അതുകൊണ്ട് അത് നിറഞ്ഞിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കടുക് വറുത്തിടണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്ക ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. സെപ്പറേറ്റ് വെളിച്ചെണ്ണയിൽ ഒന്നും കൂടി വഴറ്റിയെടുത്തിട്ട് ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് കടുക് വറുത്തിടുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും വേപ്പിലയും
പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മളുടെ സാമ്പാറിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കിച്ചൺ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങൾ ഇതിനിടയ്ക്ക് ഞാൻ കഴുകി വെച്ചായിരുന്നു. അപ്പോൾ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ മാത്രമല്ല, ഉച്ചക്കത്തെയും കഴിഞ്ഞു. ചോറും സാമ്പാറും ക്യാബേജൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ഉച്ചക്കത്തെയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.